വിളിക്കാതെ വരുന്ന അതിഥി എന്നാണല്ലോ മരണത്തെക്കുറിച്ച് പറയുന്നത്. അത്രയധികം സ്നേഹിച്ചവർ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ തീരാവേദനയായി മാറുന്നു. അത് ചിലപ്പോൾ മാതാപിതാക്കളാകാം, കൂടപ്പിറപ്പുകൾ, സ്നേഹിതർ, ഭാര്യ, ഭർത്താവ്, സുഹൃത്ത്, മക്കൾ, അല്ലെങ്കിൽ ജീവന് തുല്യം പരസ്പരം സ്നേഹിച്ചവരുമാകാം. ഓരോരുത്തരുടെയും ജീവന്റെ കാലയളവ് വളരെ ചെറുതാണ്. അടുത്തുണ്ടായിരുന്നവർ പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആ ദുഃഖം താങ്ങാനാകുന്നില്ല. ചിലരെ സമയവും കാലവും തലോടി മുറിവണക്കുന്നു. എന്നാൽ ചിലർക്ക് ആ മുറിവ് ഉണങ്ങാതെ തന്നെ കിടക്കും. ആ ദുഃഖവലയത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ വരുന്നു. മരിച്ചവർ അവരുടെ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് മറ്റൊരിടത്ത് പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചില ആത്മാക്കൾ തൻ്റെ പ്രിയപ്പെട്ടവർ വേദനിക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ട് തൊട്ടടുത്ത് മാറി നിന്ന് നോക്കി നിൽപ്പുണ്ടാകും. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ചില അനുഭവസ്ഥരും ഉണ്ടെന്ന് തന്നെ പറയാം. എന്തായാലും ജന്മങ്ങളുടെയും മരണാനന്തര സംഭവങ്ങളുടെയും ചുരുളഴിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒരു വ്യക്തിയുടെ മരണം കൊണ്ടുണ്ടാകുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ചിലരുടെ ദുഃഖം കുറ്റബോധം നിറഞ്ഞതും കൂടിയായിരിക്കും. ഞാൻ ആ കോൾ എന്ന് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായേനെ. ഞാൻ വഴക്കിട്ട് പോകാതിരുന്നെങ്കിൽ, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സ്നേഹം അവളോട് പറയാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവനോട് പറയാൻ പറ്റിയില്ലല്ലോ. എൻ്റെ അടുത്തുണ്ടായിട്ടും അവൾ അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച സ്നേഹം കൊടുത്തില്ലല്ലോ. ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയാൻ അവരില്ലല്ലോ. അങ്ങനെ പലതരം കുറ്റബോധങ്ങളിൽ ആ വേദന ഒരു വ്യക്തിയെയും ചിലപ്പോൾ ഇല്ലാതാക്കാം. ഓരോ മനുഷ്യനും ശരീരം ഉപേക്ഷിച്ചു പോകാൻ ഓരോ കാരണങ്ങൾ ഉണ്ടായേ തീരൂ. ആ കാരണങ്ങൾ രോഗമാകാം, ആക്സിഡൻസ് ആകാം, സൂയിസൈഡ് ആകാം, ചിലപ്പോൾ ഒരു ഉറക്കവും ആകാം. എങ്ങനെയായാലും മനുഷ്യ ശരീരത്തിലെ ജീവന് സമയമാകുമ്പോൾ ആ ശരീരം ഉപേക്ഷിച്ച് പോയേ പറ്റൂ. അതൊരു പ്രപഞ്ച സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ടേ തീരൂ. മരിച്ചവരോട് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവരോട് ക്ഷമ പറഞ്ഞാൽ മതിയാകും. അതവർ കേൾക്കുമെന്ന് വിശ്വസിക്കുക. അവശേഷിക്കുന്ന മറ്റുള്ളവർക്ക് ജീവിതം വീണ്ടും ജീവിച്ചറിയേണ്ടതുണ്ട്. മരിച്ചവരെ അവരുടെ വഴിക്ക് വിടൂ. നിങ്ങളുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുമുണ്ട്. സോ ലീവ് യുവർ ലൈഫ് ഗ്രേസ്ഫുള്ളി. ബി പോസിറ്റീവ്, ബി ഹാപ്പി, ലീവ് ഗ്രേസ്ഫുള്ളി.